നമ്മൾ ഏന്താർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏന്താർ കഴിഞ്ഞാൽ അടുത്തത് എളങ്കാടാണ്. എളങ്കാട് കൂടി നമുക്ക് തിരിഞ്ഞു പോകണം. ഇതാണ് ഏന്താർ ടൗൺ കേട്ടോ. അപ്പോൾ നമ്മൾ എളങ്കാട് ടൗൺ എത്തിയിട്ടുണ്ട് കേട്ടോ. എളങ്കാട്ടിൽ നമ്മൾ തിരിയേണ്ട സ്ഥലം കാണിച്ചു തരാവേ. എളങ്കാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ പാലം പണി നടക്കുന്നതുകൊണ്ട്, പാലം ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം പോയായിരുന്നു. പാലം പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ തിരിയുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവഴി ബൈക്കിന് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ജീപ്പുമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് പാലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ കേട്ടോ. ഇതുവഴി കയറി പോകണം. ഞാൻ കുറേ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടെ ആരൊക്കെയാണെന്ന് കാണാം. സാദിക്ക് മച്ചാനുണ്ട്, പൊന്നൂസും മൂളൂസും ഉണ്ട്, ജസ്റ്റിൻ ബ്രോ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഓഫ് റോഡ് തുടങ്ങും കേട്ടോ. നമ്മുടെ ഒരു ചങ്ക് ബ്രോയാണ് ഇടായി. അപ്പം നമുക്ക് നേരെ വാഗമൺ കാണാം. ഇതുണ്ടോ കിടക്കുന്നത്. പിന്നെ മുകളിലാ കാണുന്ന റിസോർട്ടൊക്കെ കേട്ടോ. ഞങ്ങളുടെ ഇതൊരു പോകുമ്പോഴല്ലോ ഒരുപാട് ദൂരക്കുറവുണ്ട്. നമ്മുടെ സാരിയെ കാണിച്ചു തരാം. എളങ്കാട്ടിൽ നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നേ? 6 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? തങ്ങൾ പറയാം 6 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ വഴി വരുമായിരുന്നെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതമാർഗം, ഒരുപാട് ടൂറിസ്റ്റുകൾ ഞങ്ങളുടെ നാട്ടിൽ വരും. ഇത്രയും പേരെ ഞങ്ങൾ വീഡിയോ ഒന്നും മുകളിലിട്ടിട്ടായിരുന്നല്ലോ. അന്ന് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഇത് കാണാൻ കണ്ടോ. ഒരുപാട് ഓഫ് റോഡല്ല, എന്നാലും ഈ റോഡ് പണി തീരുമാനം കൊണ്ടല്ലോ ഒരുപാട് സഞ്ചാരികൾക്ക് ഉപകാരമായിരുന്നു. തങ്ങൾ കാണുന്ന ലോങ് കണ്ടോ, എല്ലാം നമുക്ക് കാണാം കേട്ടോ. ഇതുണ്ടോ റോഡ് കണ്ടോ. ഓഫ് റോഡാണേ. കാച്ചി വ്യൂ ആണ്. പോകുന്ന വഴിയാണേ. അപ്പോട്ടെ വഴിക്ക് ഒരു സൈഡ് മലയാണേ കണ്ടോ. ഇങ്ങനെ നിൽക്കുക അതിട്ട. ഇപ്പുറ സൈഡ് നല്ല കൊക്കയും കണ്ടോ. കാഴ്ചകൾ കണ്ടില്ലേ, നല്ല അടിപൊളി കേട്ടോ കാണാൻ. ഇവിടെ ഒരു വീടുണ്ട്. ഈ വീട്ടിൽ ആളുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് കാണുന്ന റിസോർട്ടുകളാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ. റിസോർട്ട് ഇരിക്കുന്ന കണ്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കേട്ടോ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. നല്ല തണുപ്പാണ്. ക്ലൈമറ്റ് മാറി ഇങ്ങോട്ട് കയറിയപ്പോൾ കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ ക്ലൈമറ്റ് മാറി, നല്ല തണുപ്പായി. അറിയിക്കോ. ഓറഞ്ച് ഓറഞ്ച് നടന്നോ? നമ്മുടെ വീടിൻ്റെ നേരെ ആ ടാറിങ്
വന്നപ്പോ കണ്ടൊരു കണ്ണ് പൊട്ടിക്കുന്ന കാഴ്ച നോക്കിയേ. വരുന്നുണ്ടോ ആരത്? ഈ വഴിയൊക്കെ ഒരു കാറുകാരൻ ഇറങ്ങി. എന്താ റബ്ബേ, അറിയാത്താന്ന് തോന്നുന്നു. ഈ കൊമ്പനെ ഞാൻ പറഞ്ഞതിനറിയോ, ഈ വഴിയെ ടാറിങ് കഴിഞ്ഞാൽ നമ്മുടെ നാട് വേറെ ലെവലാ മക്കളെ. ഉള്ള കാര്യം പറയാം. ഏയ് എന്നാണ്ട് എന്താ പൊന്നടാ, ഇതിലേ പോവാ. ഇതിലേ ഞങ്ങളിവിടെ അമ്മാന്റെ മോനെ നമ്പറുണ്ടല്ലോ. കുളവല്ലേ എന്റെ പൊന്നെ, എന്നാ വരെ വന്നു. അങ്ങോട്ട് പോകാനോ? ടൗണിൽ കയറാൻ. ഏത് ടൗണി? മെയിൻ റോഡില്ല, ഇവിടെ നിന്ന് എളങ്കാട് ചെല്ലണം. ഒത്തിരി ദൂരമുണ്ട്. എന്റെ പൊന്നടി എന്നാണ്ട് എന്നാ അതെ പാവങ്ങള് ആരും. നമ്മൾ 5 കിലോമീറ്റർ ആകുന്നുള്ളൂ. വാഗമൺ എടുക്കാൻ അറിയണ്ടേ. റിസോർട്ടൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ക്ലൈമറ്റ് പക്കയാണ്, നല്ല തണുപ്പായിട്ടുണ്ട്. കണ്ടോ മൊത്തം എത്ര റിസോർട്ട് താഴേക്ക് ഇവിടെ കൂട്ടിക്കൽ പഞ്ചായത്തിന്റെ 30 റിസോർട്ട് മിച്ചം നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിനുണ്ട്. അടിപൊളി സ്ഥലമാട്ടോ. എന്നാലും ഞങ്ങളുടെ നാട്ടിലോട്ട് വരുന്നവർ കേട്ടോ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കണം. ഇതുവഴി കയറി വരണം കേട്ടോ. ഇതിലിറങ്ങി പോണേ നീ നൈസായിട്ട് പോകാമല്ലോ. ഓർമ്മ കഴിഞ്ഞുള്ള ഇറക്കമില്ലേ, ആ വളവിന്റെ അവിടെ നോക്കിയിട്ടാൽ മതി. അവിടെ വണ്ടി തന്നെ മാറ്. നോക്കി പോണേ. അവിടെ മാത്രമേ ഉള്ളൂ. കുരിശുമല വരെ പോയിട്ട് തിരിച്ചിവിടെ വരും. നമ്മളില്ല. കൈവിടണ്ട. അപ്പം ഇതുവഴി നമ്മൾ കുരിശുമലയ്ക്ക് പോവാട്ടോ. ഇതുവഴി തിരിയുന്ന കുരിശുമല നേരെ കാണുന്ന റോഡാണ് തങ്ങളുപാറ. ഇതും കൂട്ടിക്കൽ പഞ്ചായത്ത് കേട്ടോ. കൂട്ടിക്കൽ പഞ്ചായത്തിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വനത്തിലോട്ട് കയറും നമ്മൾ കേട്ടോ. ഏതാ പേര്? കേട്ടില്ല. ഇരുളാങ്കാന എന്നാ പേരല്ലേ, ഇരുളാങ്കാന കേട്ടോ. വനമാട്ടോ, വനം. നല്ല എളുപ്പമുണ്ട് അല്ലേ. ക്ലൈമറ്റ് പക്ക അടിപൊളി. ഞങ്ങൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പം 4 മണിയാട്ടോ. ഈ സമയത്തൊക്കെ വരുവാണെങ്കിൽ നമുക്ക് യാത്രകൾ എൻജോയ് ചെയ്യാം. കാരണം നട്ടുച്ചയ്ക്കൊക്കെ വന്നാൽ 3 മണി കഴിഞ്ഞ് ഇളങ്കാട്ടിൽ നിന്ന് കയറി വന്നു. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൽ പഞ്ചായത്ത് തീരുവാ കേട്ടോ. ഇതാ ഞങ്ങളുടെ ബോർഡ് കണ്ടോ. ഇതാണ് കുരിശുമല കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ഈ വഴി കയറി പോകുന്ന മുരുകന്മല കേട്ടോ. ഇതൊരു മയിലിരിക്കുന്നുണ്ടോ? മുരുകന്മലയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറമാണ് തങ്ങളുപാറ. എല്ലാം വാഗമണ്ണിൽ കുറക്കീഴിൽ. നമ്മൾ തങ്ങളുപാറയിലോട്ട് പോവാട്ടോ. നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്ത് അവസാനിക്കുവാണ്. നമ്മൾ മെയിൻ റോഡ് ഇറങ്ങും കേട്ടോ. കർണാടക.
അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ. മെയിൻ റോഡ് തിരക്ക് നോക്കിക്കോണേ, അതുകൂടെ കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. നല്ല തിരക്കാട്ടോ. തിരക്കുണ്ടോ ഇവിടുത്തെ? അപ്പോൾ നമ്മൾ ഫ്ലവർ ഗാർഡൻ എത്തിയിട്ടുണ്ട് കേട്ടോ. വാഗമൺ തിരക്കുണ്ടോ? അപ്പം വാഗമണിൻ്റെ ഹൃദയഭാഗമായി പൈൻമരത്തോട്ടത്തിൽ എവിടെയും കണ്ടു നമ്മുടെ കൂട്ടിക്കലിൻ്റെ ബോട്ട്. പൈൻമരത്തോട്ടത്തിലാട്ടോ. പൈൻമരത്തോട്ടത്തിൽ കാഴ്ച തന്നോ. അപ്പം ഇനി അവധിക്കാലമൊക്കെ നേരെ ഇങ്ങോട്ട് വന്നിട്ടാൽ മതി. അപ്പം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് അല്ലേ സാധിച്ച മൊത്തം എത്ര മണിക്കൂറായിരുന്നു എളങ്കാട്ടിൽ നിന്ന്? 20 മിനിറ്റ്. അതായത് എളങ്കാട്ടിൽ നിന്ന് 20 മിനിറ്റ് വാഗമൺ.